കൊല്ലം കോർപ്പറേഷനിൽ മേയർ സ്ഥാനം CPM വിട്ടുനൽകാത്തതിൽ പ്രതിഷേധിച്ച് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നു CPI കൗൺസിലർമാർ. മേയർ സ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ട് CPI നൽകിയ അന്ത്യശാസനം അവസാനിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. പാർട്ടിയുടെ തീരുമാനമാണ് ഇന്ന് 5-ാം തീയതി മേയർ രാജിവെച്ചില്ലെങ്കിൽ CPIയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെക്കുക എന്നുള്ളത്. ഇന്ന് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി കൂടി അവിടെ എടുത്ത തീരുമാനമാണ്. പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സഖാവ് സജീവ് സോമനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സവിതാദേവിയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ കൊല്ലം മധുവും രാജിവെക്കുവാൻ തീരുമാനിച്ചത്. ആ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. അതേസമയം അടുത്ത തിങ്കളാഴ്ച രാജിവെക്കുമെന്നാണ് മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ പ്രതികരണം. ഞാനത് 10-ാം തീയതി രാജിവെക്കുന്നുള്ള എൻ്റെ കാര്യം എൻ്റെ പാർട്ടി നേതൃത്വമായിട്ട് ഞാൻ പറയും. അതിനെക്കുറിച്ചല്ല അതിനെ 10-ാം തീയതി രാജിവെക്കും. ഒരു പ്രോഗ്രാമല്ല. ഞാനിപ്പോൾ ഓഫീസിൽ വന്നത് 10-ാം തീയതി രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി ഇനി ഞാൻ പാർട്ടി നേതൃത്വത്തോട് ബന്ധപ്പെട്ട് ഞാൻ 10-ാം തീയതി പത്രസമ്മേളനം നടത്തി പറയാം. മാറ്റി കാര്യങ്ങൾ എനിക്കറിയാം. ഒരു പ്രോഗ്രാമില്ല. മേയറെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഓഫീസിൽ വന്നു, അല്ലാതെ മറ്റു പ്രോഗ്രാമൊന്നുമില്ല. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് ഈവനിങ്. കൊല്ലം നഗരസഭയിലാണ് ഈ രീതിയിലുള്ള ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്താണിപ്പോൾ ഈ CPIM കൗൺസിലർമാരും ചെയർപേഴ്സണും പറയുന്നത്? 10-ാം തീയതി രാജിവെക്കും നേരത്തെ അറിയിച്ചതാണ്. പക്ഷെ അങ്ങനെയല്ല. മുന്നണി ധാരണ പ്രകാരം 5-ാം തീയതി രാജിവെച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റ് സ്ഥാനങ്ങൾ രാജിവെക്കുന്നു CPI നേരത്തെ അറിയിച്ചതാണ് അവരും പറയുന്നു. എന്താണ് ഈ 5 ദിവസത്തിന്റെ ഒരു അധിക കണക്ക്? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, എന്തായാലും ഈ 5 ദിവസത്തെ അതികണക്ക് എന്താണെന്ന് മേയർ തന്നെ വ്യക്തമാക്കേണ്ടി വരും. എന്തായാലും മേയർ ഇക്കാര്യത്തിൽ ഫെബ്രുവരി 10, അതായത് അടുത്ത തിങ്കളാഴ്ച, ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവം തുടങ്ങുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യ 4 വർഷം CPIM-നും അവസാന 1 വർഷം CPI-ക്കും മേയർ സ്ഥാനം നൽകാമെന്നായിരുന്നു നേരത്തെ എടുത്തിരുന്ന തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഡിസംബർ 28-ന് ഈ മേയറുടെ കാലാവധി അവസാനിച്ചതാണ്. അതിനുശേഷം ഈ CPI-ക്കാണ് ഈ ചെയർമാൻഷിപ്പ് നൽകേണ്ടത്. സ്വാഭാവികമായും മേയർഷിപ്പ് നൽകേണ്ടത്. അത് നൽകാതെ വന്നതോടെയാണ് CPI ആദ്യഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറിമാരുടെ തലത്തിൽ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ജനുവരിയിൽ തന്നെ രാജ്യം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ അന്നും രാജ്യം ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ച് CPI വലിയ രീതിയിലുള്ള പ്രതിഷേധം ജില്ലാതലത്തിലും സംസ്ഥാനത്തിലും ഉയർത്തി. ഇതിനുശേഷം ഫെബ്രുവരി 5-ന് മേയർ സ്ഥാനത്ത് നിന്ന് പ്രസന്ന ഏണസ്റ്റ് രാജിവെക്കുമെന്ന CPI സംസ്ഥാന സെക്രട്ടറിക്ക് മുമ്പാകെ CPIM ഔദ്യോഗികമായ നിലപാട് വ്യക്തമാക്കിയതുമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിലപാടിൽ വീണ്ടും മാറ്റിമറിക്കൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മേയർ ഫെബ്രുവരി 10-ന് മാത്രം രാജിവെച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ഇന്നലെ അടക്കം മേയർ പല പരിപാടിക്കും ഉദ്ഘാടനത്തിനടക്കം സമയം നൽകി. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ അടക്കം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് CPI കടുത്ത നിലപാടിലേക്ക് പോയതും തങ്ങളുടെ ചെയർമാൻഷിപ്പ് അടക്കം ഇപ്പോൾ രാജിവെച്ച കടുത്ത തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും തന്റെ രാജി ഫെബ്രുവരി 10-ന് മാത്രമേ ഉണ്ടാവൂ എന്ന് മേയർ കൂടി വ്യക്തമാക്കുന്നു. പ്രജിത്, കൊല്ലം കോർപ്പറേഷനിലാണ് ഈ രീതിയിലുള്ള ഒരു അസാധാരണ സാഹചര്യം CPIM-നും CPI-ക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.